പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 8ാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ കുറിച്ചാണ് കാണുന്നത്. ലിബ്രെ ഓഫീസ് കാൽക്കിലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഫങ്ഷൻസാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ഫങ്ഷൻസിൽ 4ാമത്തെ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ചർച്ച ചെയ്യുന്നത്. These functions perform the common mathematical calculations including basic arithmetic, conditional sums, etc. The most commonly used mathematical functions are sum, sumif, round, roundup, round down, etc. Mathematical functions പ്രധാനമായിട്ടും അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും കണ്ടീഷണൽ ടോട്ടലിങ്ങും ഒക്കെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് സം, സമ്മീഫ്, റൗണ്ട്, റൗണ്ടപ്പ്, റൗണ്ട് ഡൗൺ തുടങ്ങിയവയാണ്. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യമായി സം ഫങ്ഷൻ തുക കാണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ടോട്ടലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സം എന്നുള്ള ഫങ്ഷൻ. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ ടോട്ടൽ ഓഫ് ഗിവൺ നമ്പേഴ്സ്. നൽകിയിരിക്കുന്ന ഏതാനും നമ്പറുകളുടെ തുക കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സം എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഹിയർ സെൽ റെഫറൻസ് ഓർ റേഞ്ച് ക്യാൻ ഓൾസോ ബി ഗിവൺ ഇൻ ദിസ് ഫങ്ഷൻ. ഇവിടെ സെൽ റെഫറൻസുകളോ റേഞ്ചുകളോ ഉപയോഗിച്ച് നമുക്ക് ടോട്ടലിംഗ് നിർവഹിക്കാവുന്നതാണ്. ഇറ്റ്സ് സിൻടാക്സ് ഈസ് ഈക്വൽ ടു സം, ബ്രാക്കറ്റിൽ നമ്പറുകൾ നൽകാം, ടോട്ടൽ ചെയ്യേണ്ട നമ്പറുകൾ കോമയിട്ട് നൽകാം. അതർവൈസ് ഈക്വൽ ടു സം, സെൽ റെഫറൻസുകൾ നൽകാം ബ്രാക്കറ്റിൽ. ദെൻ തേർഡിൽ ഈക്വൽ ടു സം, റേഞ്ച് 1, റേഞ്ച് 2 ലൈക്ക് വൈസ്. ഈ രീതിയിൽ വിവിധ റേഞ്ചുകളിലുള്ള, ഒരു സിംഗിൾ റേഞ്ചിലുള്ളതോ അല്ലെങ്കിൽ വിവിധ റേഞ്ചുകളിലുള്ളതോ ആയിട്ടുള്ള എമൗണ്ടുകൾ തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്തുകൊണ്ട് ടോട്ടൽ എടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈക്വൽ ടു സം B3 കോളൻ F3. B3 F3 എന്ന് പറയുന്ന റേഞ്ചിലുള്ള നമ്പേഴ്സാണ്. will add all the numbers in the given range. അവിടെ B3 മുതൽ F3 വരെയുള്ള റേഞ്ചിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതിൻ്റെ ടോട്ടലായിരിക്കും ഇതിന് റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുക. Here also there is an auto sum facility in the LibreOffice Calc. Auto sum, അവിടെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സം കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റിയും LibreOffice Calc പ്രദാനം ചെയ്യുന്നുണ്ട്. അതാണ് ഓട്ടോ സം എന്ന് പറയുന്നത്. ദിസ് ഐക്കൺ ലൊക്കേറ്റഡ് നിയർ ദ ഫോർമുല ബാർ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സം ഓഫ് നമ്പേഴ്സ് എൻറ്റേർഡ് ഇൻ എ റേഞ്ച്. ഓട്ടോ സം എന്ന് പറയുന്ന ഒരു ഐക്കണാണ്. ആ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്പേഴ്സിൻ്റെ സം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓട്ടോ സം എന്ന് പറയുന്ന ആ ഐക്കൺ ഫോർമുല ബാറിൻ്റെ അടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സിഗ്മ എന്നുള്ള ആ സിമ്പലിലാണ് അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് സം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ സിമ്പലാണ് ഓട്ടോ സം എന്നറിയപ്പെടുന്നത്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അവിടെ 2 രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമായി, ഇഫ് യു നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ ഓഫ് നമ്പേഴ്സ് ഇൻ ദ റേഞ്ച് A2 കോളൻ A10, A2 മുതൽ A10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ടോട്ടലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന് തൊട്ടടുത്ത സെല്ലിൽ ലെവലിൽ ടോട്ടൽ ചെയ്യണമെങ്കിൽ സെലക്ട് ദ റേഞ്ച് ഫസ്റ്റ്. A2 മുതൽ A10 വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓട്ടോ സം ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന തൊട്ട് താഴെയുള്ള, അതായത് A11
A2 മുതൽ A10 വരെയുള്ള സെല്ലുകളിലുള്ള നമ്പേഴ്സിൻ്റെ ടോട്ടൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് മറ്റേതെങ്കിലും ഒരു സെല്ലിലാണ് ടോട്ടൽ ആവശ്യമുള്ളത്. തൊട്ട് താഴെയുള്ള സെല്ലിലല്ല, മറ്റ് വേറെ ഏതെങ്കിലും ഒരു സെല്ലിലാണ് നമുക്ക് റിസൾട്ട് വേണ്ടതെങ്കിൽ ചെയ്യേണ്ടത്, ടു ഗെറ്റ് ദ റിസൾട്ട് ഇൻ എനി അതർ സെൽ ഇൻ ദ വർക്ക്ഷീറ്റ്, ക്ലിക്ക് ഓൺ ദ റിക്വയർഡ് സെൽ. ഫസ്റ്റ്ലി we should click on the cell in which we should require the result. ഏത് സെല്ലാണ് റിസൾട്ട് കാണിക്കേണ്ടത് ആദ്യം ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഓട്ടോസം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റേഞ്ച്, ഏത് റേഞ്ചിലുള്ള നമ്പേഴ്സിൻ്റെ ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ ദ ഓട്ടോസം ബട്ടൺ, then highlight the range A2 A10 and press enter key. അപ്പോൾ ഓട്ടോ സം എന്നുള്ള ഐക്കൺ ഉപയോഗിക്കുന്ന രണ്ട് രീതികളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു പ്രത്യേക റേഞ്ചിലുള്ള നമ്പേഴ്സ് ടോട്ടൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയത്തെ സെല്ലിലാണ് അവിടെ ടോട്ടൽ ലഭിക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ആ റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓട്ടോ സം എന്നുള്ള ആ ബട്ടൺ അല്ലെങ്കിൽ ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു സെല്ലിലാണ് ടോട്ടൽ ആവശ്യമെങ്കിൽ ആദ്യം ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം സ്പെസിഫൈഡ് റേഞ്ച് സെലക്ട് ചെയ്യുകയും ടോട്ടൽ ചെയ്യേണ്ട നമ്പേഴ്സ് അടങ്ങുന്ന ആ റേഞ്ച് സെലക്ട് ചെയ്യുകയും എൻ്റർ കീ പ്രസ് ചെയ്യുകയും ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സമ്മും ഈഫും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ളൊരു ഫംഗ്ഷനാണ് സമ്മീഫ്. കണ്ടീഷനുകൾക്ക് വിധേയമായിട്ട് ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണിത്. ദിസ് ഫംഗ്ഷൻ ആഡ്സ് വാല്യൂസ് ഇൻ എ റേഞ്ച് വിച്ച് സാറ്റിസ്ഫൈസ് ദ ഗിവൺ കണ്ടീഷൻ. ഒരു നിശ്ചിത കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന നമ്പേഴ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടോട്ടൽ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സമ്മീഫ് ഫംഗ്ഷൻ. സിൻടാക്സ് നോക്കുക. ഈക്വൽ ടു സമ്മീഫ് റേഞ്ച് കോമ ക്രൈറ്റീരിയ കോമ സം റേഞ്ച്. സമ്മീഫ് ഫംഗ്ഷനിൽ അതിൻ്റെ സിൻടാക്സിൽ 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്രൈറ്റീരിയ, ആൻഡ് തേർഡ് വൺ ഈസ് സം റേഞ്ച്. ഇവിടെ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്, റേഞ്ച് മീൻസ് ദ സെൽസ് ഇവാലുവേറ്റഡ് ആസ് പെർ ദ ഗിവൺ കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ ഉൾക്കൊള്ളുന്ന റേഞ്ച് ഏതാണോ ആ റേഞ്ചാണ് അവിടെ ആദ്യം സ്പെസിഫൈ ചെയ്യേണ്ടത്. നമ്മൾ കണ്ടീഷൻ ഏത് റേഞ്ചിലാണോ കണ്ടീഷൻ ഉൾക്കൊള്ളുന്നത് ആ കണ്ടീഷൻ ഉൾക്കൊള്ളുന്ന റേഞ്ചാണ് ഇവിടെ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്രൈറ്റീരിയ ഈസ് ദ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ആഡിങ് സെൽസ്. അപ്പോൾ ആ റേഞ്ചിലുള്ള ഡേറ്റയെ ബേസ് ചെയ്തുകൊണ്ടൊരു കണ്ടീഷൻ നമ്മൾ ഫ്രെയിം ചെയ്യുന്നു. ആ കണ്ടീഷനാണ് അവർ ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ സം റേഞ്ച് ഈസ് ദ റേഞ്ച് ഓഫ് സെൽസ് ടു ബി കൺസിഡേർഡ് ഫോർ ടോട്ടലിംഗ്. ടോട്ടലിങ്ങിന് ഉപയോഗിക്കുന്ന റേഞ്ച് ഏതാണോ, ഏത് റേഞ്ചിലുള്ള നമ്പേഴ്സാണോ ടോട്ടൽ ചെയ്യേണ്ടത് അതാണ് സം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ ഉള്ള റേഞ്ചും സം റേഞ്ചും സെയിം ആണെങ്കിൽ അവിടെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് നൽകേണ്ടതില്ല, സം റേഞ്ച് നൽകേണ്ടതില്ല. അതായത് നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുള്ള റേഞ്ചിൽ തന്നെയുള്ള നമ്പേഴ്സാണ് ടോട്ടൽ ചെയ്യേണ്ടതെങ്കിൽ അവിടെ സം റേഞ്ച് എന്നുള്ള ആർഗ്യുമെൻറ്റ് നൽകേണ്ടതില്ല. അവിടെ റേഞ്ചും ക്രൈറ്റീരിയയും മാത്രം നൽകിക്കൊണ്ട് നമുക്ക് ആ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് റേഞ്ചിലെ ടോട്ടൽ നിർവഹിക്കാൻ കഴിയും. If the sum range parameter is not given, values in the range parameter is totaled. അപ്പോൾ നമ്മൾ കാണുകയുണ്ടായി അവിടെ സം റേഞ്ച് എല്ലാ ഘട്ടങ്ങളിലും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടീഷൻ നൽകുന്ന റേഞ്ച് തന്നെയാണെങ്കിൽ അവിടെ സം റേഞ്ച് പിന്നെ വീണ്ടും സ്പെസിഫൈ ചെയ്യേണ്ടതില്ല. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്.
The basic salary of employees are given in B2, B7. B2 മുതൽ B7 വരെ ഏതാനും ജീവനക്കാരുടെ ബേസിക് സാലറി നൽകിയിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളം നൽകിയിരിക്കുന്നത് B2 മുതൽ B7 വരെയാണ്. ആൻഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, TDS, ഉറവിടത്തിൽ നിന്നും പിടിക്കുന്ന നികുതി. ആ TDS ഈസ് ഗിവൺ ഇൻ C2, C7. To find out the total TDS of employees with basic salary of rupees 30,000 or more, here the formula we can use this equal to sum if, ആദ്യം റേഞ്ച് കണ്ടീഷൻ ഏത് റേഞ്ചിലും ബേസ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്, ആ റേഞ്ച് ആദ്യം സ്പെസിഫൈ ചെയ്യുക. ഇവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 30,000-ൽ കൂടുതൽ, 30,000-ഓ അതിൽ കൂടുതലോ ബേസിക് പേ ഉള്ളവരുടെ TDS ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബേസിക് പേ എന്ന് പറയുന്ന ആ കണ്ടീഷനാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് B2, B7 ആണ്. കാരണം B2, B7-ലാണ് ബേസിക് സാലറി നൽകിയിരിക്കുന്നത്. കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000 എന്നുള്ളതാണ് കണ്ടീഷൻ. ആ കണ്ടീഷൻ അവിടെ നമ്മൾ കൊട്ടേഷനിൽ കൊടുക്കുന്നു. കോമ, ദെൻ ഇനി സം കണ്ടുപിടിക്കേണ്ടത് ഏത് റേഞ്ചിലെയാണ്. അവിടെ TDSൻ്റെ ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. നികുതി പിടിക്കുന്ന അല്ലെങ്കിൽ ഉറവിടത്തിൽ നിന്നും നികുതി എത്രമാത്രം പിടിക്കുന്നു ടോട്ടൽ, 30,000-ൽ കൂടുതൽ ബേസിക് പേ ഉള്ളവരുടെ ടോട്ടൽ TDS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ TDS ഉള്ളത് C2, C7-ലാണ്. അതാണ് സം റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ B2, B7-ലുള്ള ബേസിക് സാലറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ TDSൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കേണ്ടത്. സോ ഈക്വൽ ടു സം ഈഫ് ആദ്യം നൽകേണ്ടത് ആ കണ്ടീഷൻ ഉൾക്കൊള്ളുന്ന റേഞ്ചാണ് B2, B7, കോമ, ദെൻ കണ്ടീഷൻ കൊടുക്കുക കൊട്ടേഷനിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000, കോമ, ദെൻ ഏത് റേഞ്ചിലുള്ള നമ്പേഴ്സിലാണ് ടോട്ടൽ എടുക്കേണ്ടത്. അപ്പോൾ TDS ആണ് അവിടെ ടോട്ടൽ എടുക്കേണ്ടത്. 30,000-ലധികം സാലറി കൈപ്പറ്റുന്നവരുടെ ടോട്ടൽ TDS എത്രയാണെന്ന് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ സം റേഞ്ച് C2, C7 ആണ്. Similarly, the total salary of employees with basic pay 30,000 or more can be find out by using the formula. ഇവിടെ 30,000-ഓ അതിൽ കൂടുതലോ സാലറി ഉള്ളവരുടെ ശമ്പളത്തിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടതെങ്കിൽ അവിടെ ആർഗ്യുമെൻറ്റിൽ മൂന്നാമത്തെ ഭാഗം, അതായത് സം റേഞ്ച് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അവിടെ ഫോർമുലയിൽ വരുന്ന മാറ്റം ഈക്വൽ ടു സം ഈഫ് B2, B7, അതായത് ബേസിക് സാലറിയുടെ റേഞ്ച് സ്പെസിഫൈ ചെയ്തു, ദെൻ കണ്ടീഷൻ അവിടെ കൊടുത്തു, കൊട്ടേഷനിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000, കൊട്ടേഷൻ അവസാനിപ്പിച്ചു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ B2, B7-ലുള്ള ബേസിക് സാലറിയിൽ 30,000-ലധികമുള്ളവരുടെ സാലറി ടോട്ടൽ ചെയ്തുകൊണ്ട് എമൗണ്ട് എത്രയാണ് നമുക്ക് നൽകും. അപ്പോൾ ഒരു മറ്റൊരു റേഞ്ചിലുള്ള കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു സെല്ലിലെയാണ് നമുക്ക് ടോട്ടലിംഗ് നിർവഹിക്കേണ്ടതെങ്കിൽ അവിടെ സം റേഞ്ച് കൂടെ ആർഗ്യുമെൻറ്റിൽ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ കണ്ടീഷൻ ബേസ് ചെയ്തിരിക്കുന്ന റേഞ്ചിൽ തന്നെയാണ് ടോട്ടലിംഗ് നിർവഹിക്കേണ്ടതെങ്കിൽ അവിടെ മൂന്നാമത്തെ ആർഗ്യുമെൻ്റായിട്ടുള്ള സം റേഞ്ച് കൊടുക്കേണ്ടതില്ല. അവിടെ റേഞ്ചും അവിടെ ക്രൈറ്റീരിയ മാത്രം നൽകിയാൽ മതി. ദെൻ അടുത്തായിട്ട് നമ്മൾ റൗണ്ട് ഫംഗ്ഷനെ കുറിച്ചാണ് കാണുന്നത്. റൗണ്ട് ഫംഗ്ഷൻ റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു റൗണ്ട് ഓഫ് എ നമ്പർ ടു എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ്. നമ്പറിൽ ദശാംശ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡെസിമൽ ഡിജിറ്റ്സ് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ട് ഓഫ് ഉപയോഗിക്കുന്നത്. സിൻടാക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റ് നമ്പർ കോമ റൗണ്ട് കൗണ്ട്. ഇവിടെ നമ്പർ എന്ന് പറയുന്നത് റൗണ്ട് ചെയ്യേണ്ട നമ്പറാണ് അവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. ദെൻ അതിന് എത്ര ഡെസിമൽ പോയിൻ്റ് വേണമെന്നുള്ളതാണ് കൗണ്ടിൽ തീരുമാനിക്കേണ്ടത്.
ഇപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്, നമ്പറും കൗണ്ടും. റൗണ്ട് ഓഫ് ചെയ്യേണ്ട നമ്പറാണ് ആദ്യം കൊടുക്കേണ്ടത്. ദെൻ എത്ര ദശാംശ സ്ഥാനത്തിൽ റൗണ്ട് ചെയ്യണമെന്നുള്ളതാണ് കൗണ്ട് നിശ്ചയിക്കുന്നത്. ഹിയർ നമ്പർ ഈസ് ദ നമ്പർ ടു ബി റൗണ്ടഡ് ആൻഡ് കൗണ്ട് ഈസ് ദ number of digits to be rounded. If count is greater than 0, then number is rounded to the given number of decimal places. അപ്പോൾ നൽകുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കൗണ്ട് നൽകുന്നത് സേ 1 എന്നാണെങ്കിൽ ഒരു ദശാംശ സ്ഥാനത്തിന് തുല്യമായിട്ട് സംഖ്യ അവിടെ റൗണ്ട് ഓഫ് ചെയ്യും. ഇനി 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 ദശാംശ സംഖ്യ ആയിരിക്കും അവിടെ ഉൾപ്പെടുത്തുക. ആ രീതിയിൽ 0യ്ക്ക് മുകളിലാണെങ്കിൽ എത്രയാണോ അവിടെ ഡെസിമൽ പ്ലേസസ് എന്നാണ് തീരുമാനിക്കുക. ഇഫ് ദ കൗണ്ട് ഈസ് 0, ദെൻ ദ നമ്പർ ഈസ് റൗണ്ട് ഔട്ട് ടു ദ നിയറസ്റ്റ് ഇൻറ്റിജർ. അവിടെ 0 ആണെങ്കിൽ ഡെസിമൽ പോർഷൻ ഒന്നും ഉണ്ടാവില്ല, അവിടെ ഇൻറ്റിജറായിട്ട് അല്ലെങ്കിൽ പൂർണ്ണസംഖ്യ ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഒന്നും ഉൾപ്പെടുത്തേണ്ടതില്ലെങ്കിൽ കൗണ്ട് 0 ആയിട്ട് കൊടുക്കുക. ബട്ട് ഇഫ് ദ കൗണ്ട് ഈസ് ലെസ് ദാൻ 0, 0യിൽ താഴെയാണ് -1, -2 ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദെൻ ദ നമ്പർ ഈസ് റൗണ്ടഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഡെസിമൽ പോയിൻറ്റ്. താഴെ യൂണിറ്റ്, ടെൻസ്, 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുകയാണ് നമ്മൾ. ഇത്തരത്തിൽ മൈനസ് ആണ് നൽകുന്നതെങ്കിൽ ഏതാനും ഉദാഹരണങ്ങളിൽ കൂടെ അത് കൂടുതൽ വ്യക്തമാക്കാം നമുക്ക്. ആദ്യത്തെ ഫോർമുല ശ്രദ്ധിക്കുക. ഈക്വൽ ടു റൗണ്ട് 5845.4563. ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് 5845.4563 അവിടെ കൗണ്ട് കൊടുത്തിരിക്കുന്നത് 2 ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ദശാംശ സംഖ്യ സ്ഥാനമുള്ളത് 2 ദശാംശ സ്ഥാനമായിട്ട് കുറയുന്നു. അപ്പോൾ നോക്കുക, 4, 5, 6 ആണുള്ളത്. അതുകൊണ്ട് അത് അടുത്ത ഹയർ ഇതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് 4, 5, 6, 6, 3 എന്നുള്ളത് അവിടെ 4, 6 ആയിട്ട് പരിഗണിച്ചത്. അപ്പോൾ 0.5 അധികമാണെങ്കിൽ അടുത്ത ഹയർ ഇതിലേക്കായിരിക്കും കൊടുക്കുക. ഇല്ലെങ്കിൽ 0.5 താഴെയാണെങ്കിൽ അത് ഒഴിവാക്കും. രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. റൗണ്ട് 5845.4563, 1 ഒരു ഡെസിമൽ പോയിൻറ്റിനാണ് അവിടെ റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ 0.45 ആയതുകൊണ്ട് അവിടെ 4, 5 ആയിട്ട് പരിഗണിക്കുന്നു. ഒറ്റ ഡെസിമൽ പോയിൻ്റ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 5845.5 എന്ന് അവിടെ റിസൾട്ട് കിട്ടുന്നത്. ദെൻ മൂന്നാമത്തെ എക്സാമ്പിളിൽ 0 ആണ് കൗണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 0 കൗണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം അവിടെ പൂർണ്ണസംഖ്യ മാത്രമേ പരിഗണിക്കുള്ളൂ, ഡെസിമൽ പോയിൻ്റ് അവിടെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അവിടെ 5845.45 ആയതുകൊണ്ട് അല്ലെങ്കിൽ 0.4 ആയതുകൊണ്ടാണ് റൗണ്ട് ഓഫ് ചെയ്തപ്പോൾ അത് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണസംഖ്യയായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസസ് 0 ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ കൗണ്ട് 0 കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്ത കേസിൽ -1ലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും യൂണിറ്റ്സിലുള്ള ഇത് റൗണ്ട് ഓഫ് ചെയ്യുകയാണ്, 0യിലേക്ക് വരികയാണ് ചെയ്യുക. അവിടെ നമുക്കറിയാം 4, 5 ആയതുകൊണ്ടാണ് അത് അടുത്ത ഹയർ ഇതിലേക്ക് 50ലേക്ക് പോയത്. 5845 ആണ്. 45 ആയതുകൊണ്ടാണ് അത് 50ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തത്. ഇനി മറ്റൊരു എക്സാമ്പിൾ. ഈക്വൽ ടു റൗണ്ട് 5845.4563, -2. അവിടെ -2 ആണ് കൗണ്ട്. -2 എന്ന് പറയുമ്പോൾ അവിടെ 2 സ്ഥാനത്തേക്കുള്ളത് റൗണ്ട് ഓഫ് ചെയ്യും. പൂർണ്ണസംഖ്യയിലെ അവസാനത്തെ 2 അക്കത്തിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. അതുകൊണ്ട് 5845 എന്നുള്ളത് 5800 ആയിട്ട് കുറയുന്നു. കാരണം 45 ആണ്. 50ൽ കൂടുതലാണെങ്കിൽ അടുത്ത ഹയറിലേക്ക് 900ലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് 5800
-2 കൊടുത്തപ്പോൾ റിസൾട്ടായിട്ട് കിട്ടിയത്. റൗണ്ട് ഫംഗ്ഷൻ്റെ മറ്റൊരു വകഭേദമാണ് റൗണ്ട് അപ്പ് എന്നുള്ള ഫംഗ്ഷൻ. റൗണ്ട് അപ്പ്. This function rounds a number up without considering the value of next digit. സാധാരണ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നമുക്കറിയാം 0.5-ലധികമാണെങ്കിൽ അടുത്ത ഹയറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും, 0.5-ൽ താഴെയാണെങ്കിൽ ഒഴിവാക്കും. എന്നാൽ റൗണ്ട് അപ്പ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സാഹചര്യത്തിലും എന്താണ്, അവിടെ നെക്സ്റ്റ് ഡിജിറ്റ് എത്രയാണെങ്കിലും അടുത്ത ഹയർ ഇതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. 0.5 താഴെയാണെങ്കിലും അടുത്ത ഹയർ ഡിജിറ്റിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്ന രീതിയാണ് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. സിൻടാക്സ് റൗണ്ടിൻ്റെ അതേ സിൻടാക്സ് തന്നെയാണ്. ഈക്വൽ ടു റൗണ്ട് അപ്പ് ബ്രാക്കറ്റിലെ നമ്പർ കൗണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതാനും എക്സാമ്പിളിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക്. ഈക്വൽ ടു റൗണ്ട് അപ്പ് 5845.4563, 2 സ്ഥാനത്ത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം 0.456 ആകുമ്പോൾ 46 തന്നെയാണ്. അവിടെ അടുത്ത ഹയർ ഇത് 6 ആയതുകൊണ്ട് അവിടെ റൗണ്ടും റൗണ്ട് അപ്പും ഒരേ രീതിയിലൂടെ ഫങ്ഷൻ ചെയ്യും. അനദർ എക്സാമ്പിൾ, റൗണ്ട് അപ്പ് 5845.4563, 1 ഡെസിമൽ പ്ലേസ് റൗണ്ട് ഓഫ് ചെയ്യുകയാണ്. അതും 45 ആയതുകൊണ്ട് റൗണ്ടിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത്, മാറ്റമില്ല. അടുത്തതിൽ നോക്കുക, റൗണ്ട് അപ്പ് 584563 ആണ് അവസാനമുള്ളത്, 0യിലേക്കാണ് റൗണ്ട് അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ റൗണ്ട് ഉപയോഗിക്കുമ്പോൾ അത് 5845 എന്നേ ആൻസർ വരികയുള്ളൂ. കാരണം 0.4563 ആണ് ഡെസിമൽ പ്ലേസിലുള്ളത്. എന്നാൽ ഇവിടെ റൗണ്ട് അപ്പ് ആയതുകൊണ്ട് അവിടെ 0.5-ലും താഴെയാണെങ്കിലും അവിടെ അടുത്ത ഹയർ വാല്യൂവിലേക്ക് റൗണ്ട് ചെയ്യും. അതാണ് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു എക്സാമ്പിൾ നോക്കുക, -1 വരുന്നൊരു കേസ്. -1 വരുമ്പോൾ നമുക്കറിയാം അവിടെ 45 ആയതുകൊണ്ട് റൗണ്ട് അപ്പ് റൗണ്ട് പോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതിലൂടെ നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാവില്ല. അടുത്ത് നോക്കുക, റൗണ്ട് അപ്പ് 5845.4563 -2ലാണ്. -2ലായതുകൊണ്ട് നമുക്കറിയാം അവിടെ 45 ആണ്. നോർമലി റൗണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് 5800 എന്നായിരുന്നു കിട്ടിയിരുന്നത്. എന്നാൽ ഇവിടെ റൗണ്ട് അപ്പ് ആയതുകൊണ്ട് 45 എത്രയാണെങ്കിലും അവിടെ റിമൈനിങ് സംഖ്യ ഉണ്ടെങ്കിൽ അവിടെ അതിനെ അടുത്ത ഹയർ ഇതിലേക്ക് റൗണ്ട് ചെയ്യുന്നതാണ് റൗണ്ട് അപ്പ്. അതുകൊണ്ടാണ് 5900 എന്ന് നമുക്കവിടെ റിസൾട്ട് കിട്ടിയത്. നമ്മൾ റൗണ്ടാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം 5800 കിട്ടുകയുള്ളൂ. കാരണം 45നെ നെഗ്ലക്റ്റ് ചെയ്യും, അത് ഒഴിവാക്കും റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ. എന്നാൽ ഇവിടെ റൗണ്ട് അപ്പ് ഉപയോഗിച്ചപ്പോൾ അടുത്ത ഹയർ വാല്യൂ ലഭിച്ചു, 5900 ലഭിച്ചു. ഇനി നമുക്ക് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഫ്രാക്ഷൻ എത്രയാണെങ്കിലും അത് ഒഴിവാക്കുന്ന റൗണ്ടിങ് രീതിയാണ് റൗണ്ട് ഡൗണിലുള്ളത്. റൗണ്ട് അപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. റൗണ്ട് അപ്പ് ആകുമ്പോൾ അവിടെ ഡെസിമൽ പോർഷൻ എത്രയാണെങ്കിലും അതിനെ പരിഗണിക്കുന്നു, അടുത്ത ഹയറിലേക്ക് പരിഗണിക്കുന്നു. എന്നാൽ റൗണ്ട് ഡൗൺ ആണെങ്കിൽ ഫ്രാക്ഷൻ വന്നാൽ അതിനെ ഉപേക്ഷിക്കുന്ന രീതിയാണുള്ളത്. 0.5 ആണെങ്കിലും 5ൽ കൂടുതലാണെങ്കിലും എന്താണ്, അത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ പരിഗണിക്കാത്ത രീതിയാണ് റൗണ്ട് ഡൗണിലുള്ളത്. ദിസ് ഫംഗ്ഷൻ റൗണ്ട്സ് എ നമ്പർ ഡൗൺ വിത്തൗട്ട് കൺസിഡറിങ് ദ വാല്യൂ ഓഫ് നെക്സ്റ്റ് ഡിജിറ്റ്. അവിടെ നെക്സ്റ്റ് ഡിജിറ്റ് ഏതാണെന്ന് പരിഗണിക്കാതെ എന്താണ് അടുത്ത അതിൻ്റെ ലോവർ ലെവലിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുകയാണ്. ദിസ് ഫംഗ്ഷൻ ഡസ് ദ ഓപ്പോസിറ്റ് ഓഫ് റൗണ്ട് അപ്പ്. സിൻടാക്സ് ശ്രദ്ധിക്കുക, ഈക്വൽ ടു റൗണ്ട് ഡൗൺ ബ്രാക്കറ്റിൽ നമ്പർ കൗണ്ട്. എക്സാമ്പിളിലൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അത് ഈക്വൽ ടു റൗണ്ട് ഡൗൺ 5845.4563, 2.
അവിടെ 5845.45 ആയിരിക്കും റിസൾട്ട് കിട്ടുക. കാരണം ഡൗണിലേക്ക് റൗണ്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് അടുത്ത ഹയർ 6 ആണെങ്കിലും അതിനെ പരിഗണിക്കുന്നില്ല. അവിടെ റൗണ്ട് അപ്പോ ആയിരുന്നെങ്കിൽ അവിടെ റിസൾട്ട് വരുന്നത് 5845.46 എന്നായിരുന്നു. എന്നാൽ റൗണ്ട് ഡൗൺ ആകുമ്പോൾ അവിടെ 6 എന്നുള്ളത് പരിഗണിക്കുന്നതേയില്ല. അവിടെ നെക്സ്റ്റ് പ്ലേസിലുള്ളത് ഒട്ടും പരിഗണിക്കാത്ത കേസാണത്. അപ്പോൾ അവിടെ പകരം കൗണ്ട് 1 ആയപ്പോൾ നമുക്കറിയാം അവിടെ 45 പകരം അത് അവിടെ 5845.5 ആകേണ്ടതായിരുന്നു അല്ലേ, റൗണ്ട് അപ്പ് ഉപയോഗിക്കുമ്പോൾ. അതിന് പകരം ഇവിടെ ആകുന്നത് എത്രയാണ്? 0.4 ആണ്. അതിനുശേഷമുള്ള ഒന്നും പരിഗണിക്കില്ല. ദെൻ 0 ആകുമ്പോഴോ അവിടെ 45.45 എന്നുള്ളത് അവിടെ 4 ആയതുകൊണ്ട് പരിഗണിക്കേണ്ടതില്ല. ഇവിടെ റൗണ്ടിൻ്റെ അതേ റിസൾട്ട് തന്നെയാണ് കിട്ടുക. എന്നാൽ റൗണ്ട് അപ്പ് ആയിരുന്നപ്പോൾ 5846 എന്നായിരുന്നു ഉണ്ടായിരുന്നത് റൗണ്ട് അപ്പ് ആയിരുന്നപ്പോൾ. എന്നാൽ റൗണ്ട് ഡൗൺ ആകുമ്പോൾ റൗണ്ടിൻ്റെ അതേ ഇഫക്റ്റാണ് ഇവിടെ വരുന്നത്. ഇനി -1 ആണ് കൗണ്ടെങ്കിലോ അവിടെ 45 ഉണ്ട്, അത് 50ലേക്ക് വരേണ്ടതായിരുന്നു റൗണ്ട് അപ്പ് ആയിരുന്നെങ്കിൽ. എന്നാൽ ഇവിടെ 5840 ആണ് റൗണ്ട് ഡൗൺ ആകുമ്പോൾ റിസൾട്ട് വരിക. -2 ആകുമ്പോൾ അവിടെ 5800 ആയിട്ട് മാറുന്നു. 5845 എന്നുള്ളത് 5800 ആയിട്ട് മാറുന്നു. കാരണം ഡൗണിലേക്ക് പോകുന്നു. റൗണ്ട് അപ്പ് ആണെങ്കിൽ മാത്രമേ 5900ലേക്ക് വരികയുള്ളൂ. അവിടെ റൗണ്ട് ഡൗൺ ആണെങ്കിലോ ഒരേ ഇഫക്റ്റാണ് വരിക. നമുക്കൊരു ലാബ് വർക്കുമായിട്ട് മുന്നോട്ട് പോകാം. സം ഇഫ് തുടങ്ങിയ ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലാബ് വർക്കാണ്. ലാബ് വർക്ക് 6 ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. Given below is a table showing the name, designation and monthly salary paid for employees in Sundas Traders for March 2020. Sundas Traders എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ജീവനക്കാരുടെ പേരും തസ്തികയും മാസശമ്പളവുമാണ് നൽകിയിരിക്കുന്നത്. മാർച്ച് 2020 മാസശമ്പളവുമാണ് നൽകിയിരിക്കുന്നത്. 6 ജീവനക്കാരാണ് ആ സ്ഥാപനത്തിനുള്ളത്. ആ 6 ജീവനക്കാരുടെ ശമ്പളമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവരുടെ ഡെസിഗ്നേഷനാണ് രാജൻ HR ആണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ. സാജൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ദെൻ ജ്യോതി ഫിനാൻഷ്യൽ മാനേജറാണ്. അനീസ് മാർക്കറ്റിംഗ് മാനേജറാണ്. വിനോദ് മാർക്കറ്റിംഗ് മാനേജറാണ്. ആരതി ഫിനാൻഷ്യൽ മാനേജറാണ്. അവരുടെ മന്ത്ലി സാലറി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ഫോളോവിങ് യൂസിങ് അപ്രോപ്രിയേറ്റ് ലിബ്ര ഓഫീസ് കാൽക്ക് ഫങ്ഷൻസ്. 3 കാര്യങ്ങളാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളോട്. ആദ്യമായിട്ട് ദ ടോട്ടൽ മന്ത്ലി സാലറി ബൈ സ്പെസിഫൈയിങ് ദ റേഞ്ച്. ടോട്ടൽ സാലറി കണ്ടുപിടിക്കണം. നൽകിയിരിക്കുന്ന മുഴുവൻ ജീവനക്കാരുടെ മന്ത്ലി സാലറിയുടെ ടോട്ടൽ കണ്ടുപിടിക്കണം, അവിടെ റേഞ്ച് ഉപയോഗിച്ചുകൊണ്ട്. രണ്ടാമതായിട്ട് ദ ടോട്ടൽ മന്ത്ലി സാലറി ബൈ നെയിമിംഗ് ദ കൺസേൺ റേഞ്ച് ആസ് ടോട്ടൽ സാലറി. രണ്ടാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് അവിടെ ടോട്ടൽ സാലറി അവിടെ നെയിമിംഗ് റേഞ്ച് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ്. അതായത് സാലറിയെ അവിടെ ടോട്ടൽ സാലറി എന്ന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ആ സാലറി റേഞ്ചിൻ്റെ നെയിം കൊടുത്തുകൊണ്ട്, നെയിമിംഗ് ദ റേഞ്ച് നമ്മൾ പഠിച്ചതാണ്, ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ടോട്ടൽ സാലറി കണ്ടുപിടിക്കണം. ദെൻ മൂന്നാമതായിട്ട് ദ ടോട്ടൽ സാലറി പെയ്ഡ് ടു ദ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ഇൻ ദ ഫോം. മാർക്കറ്റിംഗ് മാനേജർമാർ 2 പേരാണുള്ളത്. അവരുടെ ടോട്ടൽ ശമ്പളം നമുക്ക് കണ്ടുപിടിക്കണം. അവിടെ സമ്മീഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് പുതിയൊരു
ലിബ്ര ഓഫീസ് കാൽക്ക് സ്പ്രെഡ്ഷീറ്റ് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിനുശേഷം തന്നിരിക്കുന്ന ഡേറ്റ അതിലേക്ക് പ്ലോട്ട് ചെയ്യുക. എംപ്ലോയിയുടെ പേരുണ്ട്, ഡെസിഗ്നേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ മന്ത്ലി സാലറി ഉണ്ട്. ഈ 3 കാര്യങ്ങൾ 6 ജീവനക്കാരുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സാലറി രേഖപ്പെടുത്തിയിരിക്കുന്ന C2, C7 എന്നുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക. അതിന് പ്രത്യേക നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമുക്കറിയാം ഇൻസേർട്ട് മെനുവിൽ നെയിംസിൽ ഡിഫൈൻ എടുക്കുമ്പോൾ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ എൻ്റർ ദ നെയിം ആസ് ടോട്ടൽ സാലറി, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. അവിടെ ആ റേഞ്ചിന് ടോട്ടൽ സാലറി എന്ന പേര് നമ്മൾ നൽകുന്നു. ദെൻ അതിനുശേഷം കാൽക്കുലേഷൻസ് ആണ് ഇനി നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള ഫോമുലകൾ എൻ്റർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റേഞ്ച് സ്പെസിഫൈ ചെയ്തുകൊണ്ട് സം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഉദാഹരണം C8 ഈക്വൽ ടു സം C2:C7. C2:C7 എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം സാലറി നൽകിയിരിക്കുന്ന കോളമാണ്. അപ്പോൾ അവിടെ സാലറി ഉള്ള റേഞ്ചാണ്, അതിൻ്റെ സം കണ്ടുപിടിക്കുന്നു. ദെൻ ഇതേ കാര്യം തന്നെ നമുക്ക് നെയിമിംഗ് ദ റേഞ്ച് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് രണ്ടാമത് ചെയ്തിരിക്കുന്നത്. അവിടെ C9 ഈക്വൽ ടു സം, അവിടെ ആ റേഞ്ച് സാലറി ഉള്ള റേഞ്ചിന് നമ്മൾ പേര് കൊടുത്തിരുന്നു. ആ പേര് അവിടെ സ്പെസിഫൈ ചെയ്യുക. അവിടെ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇൻസേർട്ട് നെയിംസിൽ പോയാൽ അവിടെ എന്താണ് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാം. എന്നാൽ നമുക്കറിയാം പുതിയ വെർഷനുകളിലൊക്കെ ഷീറ്റ് മെനുവിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ് എടുക്കേണ്ടത്. ആ രീതിയിലാണ് നെയിമിംഗ് ദ റേഞ്ചസ് പുതിയ വെർഷൻസിൽ കാണുക. ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിലാണ് ഡിഫൈൻ എന്നുള്ള ഓപ്ഷനുള്ളതും ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനുള്ളതും. ഓക്കെ. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടീഷൻ വെച്ചുകൊണ്ട് അവിടെ മാർക്കറ്റിംഗ് മാനേജേഴ്സിൻ്റെ മാത്രം ടോട്ടൽ സാലറി കണ്ടുപിടിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് C9 ഫോമുല കൊടുക്കാം, ഈക്വൽ ടു സം ഈഫ്. അവിടെ കണ്ടീഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഡെസിഗ്നേഷൻ ഉള്ളത് B2 മുതൽ B7 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ടീഷനുള്ള റേഞ്ച് സ്പെസിഫൈ ചെയ്യുക ആദ്യം, കോമ. അവിടെ കൊട്ടേഷനിൽ MM എന്ന് നൽകുക. MM എന്ന ഡെസിഗ്നേഷൻ, മാർക്കറ്റിംഗ് മാനേജർ എന്ന ഡെസിഗ്നേഷൻ ഉള്ളവരുടെ ടോട്ടൽ സാലറി കണ്ടുപിടിച്ചാൽ മതി, കോമ. അവിടെ റേഞ്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതായത് സം ചെയ്യേണ്ട റേഞ്ച് നമുക്ക് പേര് കൊടുത്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കെന്താണ് സിംപിളി C2 C7 എന്ന് അവിടെ റേഞ്ച് സ്പെസിഫൈ ചെയ്താലും മതി. അപ്പോൾ ഇതിലേത് ഫോമിൽ ഉപയോഗിച്ച് നമുക്കെന്താണ് മാർക്കറ്റിംഗ് മാനേജേഴ്സിൻ്റെ മാത്രം ടോട്ടൽ സാലറി എത്രയെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക എയിലും ബിയിലും സെയിം ആൻസർ ആയിരിക്കും. നമുക്കറിയാം ഒന്ന് റേഞ്ച് സ്പെസിഫൈ ചെയ്തുകൊണ്ടും മറ്റൊന്ന് നെയിംഡ് റേഞ്ച് സ്പെസിഫൈ ചെയ്തുകൊണ്ടുമാണ് അവിടെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൻസർ സെയിം ആയിരിക്കും, 2,83,500. സിയിൽ മാർക്കറ്റിംഗ് മാനേജർമാരുടെ മാത്രം സാലറി ടോട്ടൽ ചെയ്യുമ്പോൾ 64,000 ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതേ തുടർന്ന് നമുക്കിത് ലാബിൽ കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. അതിനായി ഒരു പുതിയ വർക്ക്ഷീറ്റ് ലിബ്ര ഓഫീസ് കാൽക്കിൽ ഓപ്പൺ ചെയ്യുക. ഇത്തരത്തിലൊരു വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന ഡേറ്റയെ പ്ലോട്ട് ചെയ്യുകയാണ് വേണ്ടത് വർക്ക്ഷീറ്റിലേക്ക്. അതിനായി ആദ്യമായിട്ട് നൽകിയിരിക്കുന്ന ഹെഡിങ്ങുകൾ നൽകുക. A1 എംപ്ലോയി നെയിം എന്ന ഹെഡിങ് നൽകുന്നു. B1 ഡെസിഗ്നേഷൻ ഉള്ള ടൈറ്റിൽ കൊടുക്കുന്നു. ദെൻ C1 മന്ത്ലി സാലറി. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്യാനുള്ളത്. തുടർന്ന് 6 എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ മുഴുവൻ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ്, നെയിം, ഡെസിഗ്നേഷൻ, സാലറി എന്നിവ 6 എംപ്ലോയീസിനെയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ആൻസർ കണ്ടുപിടിക്കാം. അവിടെ ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്
ടോട്ടൽ സാലറിയാണ്. ടോട്ടൽ സാലറി C1-ൽ കണ്ടുപിടിക്കാൻ 2 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ നമുക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. നമുക്കറിയാം ഓട്ടോ സം ക്ലിക്ക് ചെയ്താൽ നമുക്ക് സം കണ്ടുപിടിക്കാം. അതാണ് ഒരു മാർഗം. അവിടെ ഫോമുല ഓട്ടോമാറ്റിക്കലി വന്നു, ഈക്വൽ ടു സം C2:C7. ഓട്ടോമാറ്റിക്കലി അവിടെ വന്നു. അപ്പോൾ അവിടെ നമുക്ക് എൻ്റർ അടിക്കാം. ഇതാണ് ഒരു രീതി. ഇനി അതുമല്ല, നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നേരിട്ട് ഫോമുല അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. C2:C7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ 2 രീതിയിൽ നമുക്ക് അവിടെ സം കണ്ടുപിടിക്കാം. ഇനി രണ്ടാമതായിട്ട് നെയിമിംഗ് ദ റേഞ്ച് ഉപയോഗിച്ച് സം കണ്ടുപിടിക്കലാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റൻ അതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നെയിം കൊടുക്കുക റേഞ്ചിന്. അതിന് വേണ്ടിയിട്ട് ആദ്യം നെയിം കൊടുക്കേണ്ട ഏരിയ സെലക്ട് ചെയ്യുക. അവിടെ C2 മുതൽ C7 വരെയുള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. ഇത് പുതിയ വെർഷൻ ആയതുകൊണ്ട് പുതിയ വെർഷനിൽ നമുക്കറിയാം ഷീറ്റിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. പഴയ വെർഷൻസ് ആണെങ്കിൽ അവിടെ ഇൻസേർട്ടിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഷീറ്റിലാണ് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ഉള്ളത്. ഷീറ്റിൽ ഇവിടെയുള്ള ഓപ്ഷൻ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. അതിൽ ഡിഫൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പഴയ വെർഷനുകളിൽ നമുക്കറിയാം ഇൻസേർട്ടിലാണ് പോകേണ്ടത്. ഇൻസേർട്ടിലാണ് അവിടെ നെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അതിലാണ് ഡിഫൈൻ ഉള്ളത്. എന്നാൽ പുതിയ വെർഷനുകളിലാണ് ഷീറ്റിൽ ഈ ഓപ്ഷൻ ഉള്ളത്, നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻ ഡിഫൈൻ. അപ്പോൾ അപ്പിയർ ചെയ്യുന്ന വിൻഡോയിൽ പേര് കൊടുക്കുക. നമ്മൾ പേര് കൊടുക്കാൻ പറഞ്ഞത് total_salary എന്നാണ്. total_salary. ഓക്കെ കൊടുക്കുക. ആഡ് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇനി ഫോമുല അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ ഇനി ആ റേഞ്ച് സ്പെസിഫൈ ചെയ്താൽ മതി. റേഞ്ച് നമുക്ക് ലഭിക്കണമെങ്കിൽ ഷീറ്റിൽ തന്നെ പോവുക. ഷീറ്റിൽ പോയി അവിടെ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് ആൻഡ് എക്സ്പ്രഷൻസിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ സാലറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ആഡ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് അതായത് സി കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റിംഗ് മാനേജേഴ്സിൻ്റെ സാലറിയുടെ ടോട്ടൽ കണ്ടുപിടിക്കാനാണ്. അതിനു വേണ്ടിയിട്ട് ഈക്വൽ ടു സം ഈഫ് അവിടെ ബ്രാക്കറ്റിൽ ആദ്യം റേഞ്ച് കണ്ടീഷനുള്ള റേഞ്ച് ഡെസിഗ്നേഷനുള്ള ഏരിയ B2 B7 ആണ്. കോമ നൽകുക. ഇനി കണ്ടീഷൻ നൽകുക. കൊട്ടേഷനിൽ അവിടെ MM എന്നുള്ള മാനേജിംഗ് ഡയറക്ടേഴ്സിന് മാത്രമാണ് അപ്പോൾ കൊട്ടേഷനിൽ MM എന്ന് നൽകുക. എങ്ങനെയാണോ നമ്മൾ ഡെസിഗ്നേഷൻ നൽകിയത് അതേ രീതിയിൽ വേണം നൽകാൻ വേണ്ടിയിട്ട്. കൊട്ടേഷൻ അവസാനിപ്പിക്കുക, കോമ ഇടുക. അതിനുശേഷം ടോട്ടൽ ചെയ്യേണ്ട ഏരിയ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക.
C2 C7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. 64,000 കിട്ടിയത്. ഇതേ കാര്യം തന്നെ നമുക്ക് നെയിംഡ് റേഞ്ചസ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. നെയിംഡ് റേഞ്ചസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റിൽ അവിടെ ആദ്യം ഡെസിഗ്നേഷനുള്ള റേഞ്ച് കൊടുക്കുക, അവിടെയാണ് കണ്ടീഷൻ ഉള്ളത്, കോമ, ദെൻ കണ്ടീഷൻ കൊടുക്കാം. കണ്ടീഷൻ എന്നുള്ളതാണ്, ക്ലോസ് ചെയ്യുക, കോമ ഇടുക. ഇനി അവിടെ റേഞ്ച് സ്പെസിഫൈ ചെയ്യുക. അവിടെ നമ്മൾ ടോട്ടൽ സാലറി എന്ന പേര് മന്ത്ലി സാലറിയുടെ റേഞ്ചിന് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഷീറ്റിൽ നെയിംഡ് റേഞ്ചസ് അവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അവിടെ പേര് ഹൈലൈറ്റ് ചെയ്യപ്പെടും, ദെൻ അത് പേസ്റ്റ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. സെയിം ആൻസർ ആയിരിക്കും അവിടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സം ഈഫ് ഉപയോഗിക്കാൻ കഴിയും. നേരിട്ട് അവിടെ റേഞ്ച് കൊടുത്തുകൊണ്ടോ റേഞ്ചിൻ്റെ നെയിം കൊടുത്തുകൊണ്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 6ാമത്തെ പ്രാക്ടിക്കലാണ് നമ്മൾ ചെയ്തത്. സമ്മും സം ഈഫും ഉപയോഗിച്ചുകൊണ്ടുള്ള ലാബ് വർക്കായിരുന്നു. കമ്പ്യൂട്ടറിലുള്ളവരെല്ലാം വീട്ടിൽ നിന്നും ഇത് ചെയ്തു നോക്കുക. എല്ലാവർക്കും ശുഭാശംസകൾ നേരുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.